ചോദ്യം ചെയ്യുക. അവരുടെ ലക്ഷ്യം ഞാൻ കണ്ടക്ടറെ കൊണ്ട് എടുപ്പിച്ചു, കസ്റ്റഡിയിൽ ഈ സാധനം എടുപ്പിച്ചു, അത് സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ പെൻഷൻ വാങ്ങാം എന്നുള്ള രീതിയിലായി. ഒരു ബാച്ച് ചോദ്യം ചെയ്ത് പോയി. അത് കഴിഞ്ഞു എന്ത് ചോദ്യങ്ങളാണ് ചോദിച്ചത്? ചോദ്യങ്ങൾ ഈ സമയത്ത് എന്നെ വിളിച്ച കോൾ ലിസ്റ്റുകൾ, അതിൽ CITUവിൻ്റെ നേതാവ് വിളിച്ചിട്ടുണ്ട്, പിന്നെ ATU വിളിച്ചിട്ടുണ്ട്, ഈ കണ്ടക്ടർ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ഏറ്റവും ഈ കണ്ടക്ടർ എന്തിനു വിളിച്ചു, എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ കണ്ടക്ടറെ വിളിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഈ സർവീസിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, മറ്റു വിഷയങ്ങളും ഇതോടനുബന്ധിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള കോൾ വിളികളായിരുന്നു. ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 27-ാം തീയതി രാത്രി 10 മണിയോടും കൂടെ കൺട്രോൾ റൂമിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ വന്നിട്ട് മിനിസ്റ്റർ ഓഫീസ് എന്നുള്ളൊരു വിഷയമാണ്. എമർജൻസി ആയിട്ട് ഇൻസ്പെക്ടറെ ഡ്യൂട്ടി അങ്ങോട്ട് അയക്കണം, സാഫല്യം കോംപ്ലക്സിൻ്റെ അവിടെ അയക്കണം, മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാണ്. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ATU വിളിച്ച് കാര്യം തിരക്കുന്നു. പിന്നെ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചിട്ട് എന്താണ് വിഷയം എന്ന് തിരക്കുന്നു.